എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5th ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി ആണ് പഠിച്ചു വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഗാൽവാനിക് സെല്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഗാൽവാനിക് സെല്ലിലെ ഡാനിയൽ സെല്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം അതെങ്ങനെയാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓക്സിഡേഷൻ നടക്കുന്ന ഏതാണ്, റിഡക്ഷൻ നടക്കുന്ന ഏതാന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സെൽ റിയാക്ഷൻ അല്ലേ, സെൽ റിയാക്ഷൻ എഴുതാൻ പഠിച്ചു. ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മളിവിടെ കണ്ടായിരുന്നു സിങ്കിൽ നിന്നാണ് ഇലക്ട്രോൺസ് ഇല്ലേ, ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നതിന് സിങ്ക് ആണെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ. ഓക്സിഡേഷൻ നടക്കുന്ന സിങ്ക് ആണ്, സിങ്കിൽ നിന്ന് ഇലക്ട്രോൺസ് പോകുന്നു. പക്ഷെ കോപ്പറിൽ നിന്ന് ഇലക്ട്രോൺസ് പോകുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണ്? സിങ്ക് മോർ റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ, ക്രിയാശീലം കൂടുതലുള്ളത് സിങ്കിനാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ചില മെറ്റൽസ് ഉണ്ട്, കുറച്ച് മെറ്റൽസ് ഉണ്ട്. ആ മെറ്റൽസിനെ നമ്മൾ ആ റിയാക്ടിവിറ്റി സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അറിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഒരു സെക്ഷനിൽ വരുന്നത് ഇങ്ങനെ കുറച്ച് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഏതിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത് നമുക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളതിനായിരിക്കും ഓക്സിഡേഷൻ നടക്കുന്നത്, അതായത് ഓക്സീകരണം നടക്കുന്ന, ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്ന മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എന്നായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, റിയാക്ടിവിറ്റി സീരീസ് എന്നാണ് നമ്മൾ ഈ ഒരു ടേബിളിനെ പറയുന്നത്. ഇതാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയും കേട്ടോ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിൾ ഒരു ഓർഡറിൽ നിങ്ങൾ എന്തെങ്കിലും കീ നോട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡുകളൊക്കെ വെച്ചിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇതേ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ഹൈഡ്രജൻ വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് പറയാം, എന്തിനാണ് ഹൈഡ്രജൻ വരുന്നതെന്ന് പറയാം. എങ്കിലും അതൊന്ന് ഓർത്തിരിക്കുക. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം കേട്ടോ, അലുമിനിയം, സിങ്ക്, പിന്നെന്താണ് അയണ്, നിക്കൽ കേട്ടോ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, പിന്നെന്താണ് മെർക്കുറി, സിൽവർ, ഗോൾഡ്. അപ്പൊ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത്. ക്രിയാശീലത എങ്ങനെയാണ് കുറയുന്നത്, ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, പൊട്ടാസ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, പിന്നെ ഏതാണ് സോഡിയത്തിന്, അങ്ങനെ വരും. നമ്മൾ മുമ്പേ കണ്ട ഏതായിരുന്നു? സിങ്കും. ഏതൊക്കെയാണ് കണ്ടത്? ആ സിങ്കും കോപ്പറും അല്ലേ. അപ്പൊ അതെ നോക്കിയാൽ സിങ്കും കോപ്പറും, എന്താ സിങ്ക് ഇവിടെ കിടക്കുന്നുണ്ട്, കോപ്പർ ഇവിടെ. അപ്പം റിയാക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? സിങ്കിനാണ്. മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് സിങ്കിൽ നിന്ന് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ സിങ്കിന് അവിടെ ഓക്സിഡേഷൻ നടന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ. ഈ ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കുക. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാമേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെന്റ് ആണ്. നോക്കിക്കുക, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു 3 ബീക്കർ എടുത്തിട്ടുണ്ട്. 3 ബീക്കറിൽ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? അലുമിനിയം സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? സിൽവർ നൈട്രേറ്റ്, AgNO3 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. പിന്നെ MgSO4 മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഈ 3 സൊല്യൂഷൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഡാനിയൽ സെല്ലാണ്. അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിൽ എങ്ങനെയാണ് എടുത്തിരുന്നത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് സിങ്ക് റോഡ് അതിൽ ഡിപ്പ് ചെയ്തു. അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് കോപ്പർ അതിൽ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് പകരമായിട്ട് അലൂമിനിയം സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ അലൂമിനിയം എടുത്ത് ഡിപ്പ് ചെയ്തു. ക്ലിയർ ആയല്ലോ. അതുപോലെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നമ്മൾ സിൽവർ എടുത്ത് ഡിപ്പ് ചെയ്തു. മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷനിൽ മഗ്നീഷ്യം റോഡും അവിടെ വെച്ചു. ക്ലിയർ ആയല്ലോ. ഇനി ഇതെന്താണ്? ഇവ ഓരോന്നും കോപ്പർ സൾഫേറ്റ് ലായനിയിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കോപ്പർ ദണ്ടുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട എന്തായിരുന്നു? സിങ്ക്. ഇവിടെ സിങ്ക് ആയിരുന്നു. സിങ്കിന് പകരം നമ്മൾ എന്താണ് ഇവിടെ ഇത് എടുത്തിരിക്കുന്നത്? ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് അവിടെ നോക്കിയാൽ അലൂമിനിയം സൾഫേറ്റ് സൊല്യൂഷൻ. മനസ്സിലായല്ലോ. അലൂമിനിയം സൾഫേറ്റ് സൊല്യൂഷൻ നമ്മളിവിടെ എടുത്തു. കണ്ടല്ലോ, അലൂമിനിയം സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഇതിലേക്ക് നമ്മൾ അലൂമിനിയം റോഡാണ് വെച്ചത്. പിന്നെ ഇവിടെ എന്താണ്? കോപ്പർ തന്നെ. ഇവിടെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഇവിടെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഇവിടെ കോപ്പർ റോഡും വെച്ചു. മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഏതാണ് മോർ റിയാക്റ്റീവ്? ഇവിടെ അലൂമിനിയം അയണും ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അലൂമിനിയം പിന്നെ സൾഫേറ്റ് ആണ്. ഇവിടെ കോപ്പറും, അലൂമിനിയം കോപ്പറും ഉണ്ട്. അപ്പം അലൂമിനിയത്തിനാണോ കോപ്പറിനാണോ കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതലുള്ളത്? അതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആ ടേബിൾ ഇച്ചിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് വഴി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് ഓക്സിഡേഷൻ നടന്നതെന്നുള്ളത്. അപ്പം എക്സ്പെരിമെന്റിൽ നമ്മൾ കാണിക്കുന്നില്ലാത്തതുകൊണ്ട് ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ടേബിൾ നോക്കിയേ, അലൂമിനിയവും കോപ്പറും ആണ് അല്ലേ. അലൂമിനിയം ഇവിടെ ഇരിക്കുന്നു, കോപ്പർ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഏതിനാണ് കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതൽ? അലൂമിനിയത്തിനാണ്. അപ്പം ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആർക്കാണ്?
അലൂമിനിയത്തിനാണ് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതായത് അലൂമിനിയത്തിൽ നിന്നാണ് എന്ത് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് ദാ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇല്ല, നമ്മൾ വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, സോൾട്ട് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, പഴയ എക്സ്പെരിമെന്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് അലുമിനിയം എന്താണ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും ഇങ്ങോട്ട്, ഇലക്ട്രോൺസ് ഇല്ലേ, അലുമിനിയം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് കോപ്പർ അത് അക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താണ് അടുത്തത് നമ്മൾ വെച്ചു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ചു. ഇത് മാറ്റി വെച്ച് ഇവിടെ എന്ത് വെച്ചു, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ചു. അപ്പോൾ ഞാൻ നോക്കിയേ ഇവിടെ ഏതാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. ടേബിൾ നോക്കുക, ടേബിൾ ഇവിടെ ഉണ്ട് അല്ലേ. ഏതാണ്, സിൽവർ ആണ്. സിൽവറും കോപ്പറും ആണ് കേട്ടോ. സിൽവർ എവിടെയാന്ന് നോക്കിയത് താഴെയാണ് ഇടുന്നത്, കോപ്പറിനേക്കാളും താഴെയാണ്. അപ്പം കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കുറവ് ഏതാണ്, സിൽവറിനാണ് ഇല്ലേ. അപ്പം ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കാണ്, കോപ്പറിനായിരിക്കും. മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കേസിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഏതിനാണ്, കോപ്പറിനായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ, മഗ്നീഷ്യത്തിന് നമുക്ക് നോക്കാം റിയാക്ടിവിറ്റി. നോക്കുക, മഗ്നീഷ്യം എങ്ങനെയാണ്, മേളിൽ കിടക്കുന്നുണ്ട് അല്ലേ, കോപ്പർ താഴെയാണ് വരുന്നത്. ഹൈഡ്രജന്റെ താഴെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഹൈഡ്രജന്റെ മേൽഭാഗത്തും ഹൈഡ്രജന്റെ താഴെയും കേട്ടോ. അപ്പം മഗ്നീഷ്യം എന്താണ് കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പം ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഇല്ല, അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ആരാണ്, മഗ്നീഷ്യമാണ്. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഒരു കേസിൽ എന്താണ്, മഗ്നീഷ്യമാണ് അവിടെ ഇലക്ട്രോൺസ്, മഗ്നീഷ്യത്തിൽ നിന്നാണ് ഇലക്ട്രോൺസ് പോകുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ഇതാണ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ടേബിളിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നോക്കിയേ, പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഇൻ ദ ഡാനിയൽ സെൽ റീപ്ലേസ് സിങ്ക് റോഡ് ഇൻ ദ സിങ്ക് സൾഫേറ്റ് ബൈ അലൂമിനിയം, silver and magnesium rods and immerse these metals in their own salt solution. Repeat the experiment by connecting each to the copper rod immersed in copper sulfate solution. മനസ്സിലായല്ലോ, ഓരോന്നും നമ്മൾ കോപ്പർ റോഡുമായിട്ട് കണക്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ വെച്ചിരിക്കുന്ന കോപ്പർ റോഡുമായിട്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അവിടെ ഓരോ ഇലക്ട്രോണിലും നടക്കുന്ന ഇക്വേഷൻ ഏതാണ്, അതിന്റെ വോൾട്ടേജ് മനസ്സിലായല്ലോ. വോൾട്ടേജ് ഒക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടിമീറ്റർ ഒക്കെ മെഷർ ചെയ്താൽ നമുക്ക് വോൾട്ടേജ് ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പം നമുക്കിപ്പോൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഏകദേശം വാല്യൂ ഒക്കെ അങ്ങ് എഴുതുവാണ്. അപ്പൊ നമുക്ക് നോക്കാമല്ലോ. അലൂമിനിയവും കോപ്പറും ഇല്ല, നമ്മൾ പറഞ്ഞു അലൂമിനിയവും കോപ്പറും തമ്മിൽ കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അലൂമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, അതായത് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അലൂമിനിയത്തിനാണ്. അതായത് അലൂമിനിയത്തിൽ നിന്ന് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അലുമിനിയത്തിൽ നിന്നും കോപ്പറിലേക്കാണ് ഇലക്ട്രോൺസ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. ശരിയല്ലേ, അലൂമിനിയത്തിൽ നിന്നും കോപ്പറിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഇനി സിൽവറും കോപ്പറും ആകുമ്പോഴോ ഏതിനാണ് അവിടെ കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതൽ, കോപ്പറിനാണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ല. അപ്പൊ എങ്ങനെയാണ്, കോപ്പറിൽ നിന്നും സിൽവറിലേക്കായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഇനി അടുത്ത് മഗ്നീഷ്യവും കോപ്പറും നോക്കിയാൽ മഗ്നീഷ്യത്തിനാണ് അവിടെ റിയാക്ടിവിറ്റി കൂടുതലും നമ്മൾ കണ്ടായിരുന്നു ഇല്ല. അപ്പൊ എങ്ങനെയാണ്, മഗ്നീഷ്യത്തിൽ നിന്നും കോപ്പറിലേക്കായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ സംഭവം. ഇനി നമുക്ക് നോക്കാം, ആനോഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിഡേഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ആനോഡ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിക്കുന്നത്, അലൂമിനിയത്തിനാണ്. അപ്പൊ ഇവിടുത്തെ ആനോഡ് ഏതാണ്, അലൂമിനിയമാണ്. കാഥോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പറുമാണ്. ശരിയല്ലേ. ഇവിടെ ഞാൻ നോക്കിയേ, ഈ ഒരു കേസിൽ സിൽവറും കോപ്പറും ആകുമ്പം ഏതാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആർക്കാണ്, കോപ്പറിനാണ് ഇല്ലേ. അപ്പം കോപ്പറാണ് ഇവിടുത്തെ ആനോഡ്, സിൽവർ ആണ് ഇവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്ത കേസിൽ വരുവാണെങ്കിൽ മഗ്നീഷ്യം അല്ലേ, മഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, മഗ്നീഷ്യമാണ് ആനോഡ്, ദെൻ കോപ്പറാണ് ഇവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ആനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ ഒക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് എഴുതാം. അപ്പൊ നോക്കിയാൽ ആനോഡ് റിയാക്ഷൻ എഴുതുക. ആനോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്, ഇവിടെ നോക്കുക, ആനോഡ് അലൂമിനിയം ആണല്ലേ, അലൂമിനിയമാണ്. അലൂമിനിയത്തിന് എന്താണ് സംഭവിക്കുന്നത്, അലൂമിനിയം അവിടെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. വിട്ടുകൊടുത്തിട്ട് Al3+ ആയിട്ട് മാറുന്നുണ്ട് കേട്ടല്ലോ. 3 ഇലക്ട്രോൺസിനെയാണ് അവിടെ വിട്ടുകൊടുക്കുന്നത് കേട്ടോ. അലൂമിനിയം അതിന്റെ ഇത് വരാൻ വേണ്ടി, സ്റ്റെബിലിറ്റി വരാൻ വേണ്ടി 3 ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പൊ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാവേ. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. ഈ ഒരു ടേബിൾ നോക്കട്ടെ, എല്ലാ ടേബിളിൽ എഴുതിയിട്ടുണ്ട്, അവിടെ തികയുമല്ല. അതുകൊണ്ടാണ് കേട്ടോ. ആനോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അലൂമിനിയം ആണ്. അലൂമിനിയം 3 ഇലക്ട്രോൺസിനെ അവിടെ വിട്ടുകൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പം അലൂമിനിയം അയണായിട്ട് മാറുന്നുണ്ട്. കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കോപ്പർ അല്ലേ, കോപ്പർ 2 ഇലക്ട്രോൺസിനെ അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്.
അല്ലേ? എന്നിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. ഇനി സെൽ റിയാക്ഷൻ എഴുതാൻ, ഇല്ല സെൽ റിയാക്ഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് എഴുതുക എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ, ആഡ് ചെയ്ത് എഴുതുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് AL ഇങ്ങനെ മാറുന്നുണ്ട്, Al3+ പ്ലസ് 3 ഇലക്ട്രോൺസ് ആണ് ഇവിടെ വരുന്നത്. കോപ്പറിൻ്റെ കേസിൽ വരുമ്പോൾ Cu2+ പ്ലസ് 2 ഇലക്ട്രോൺസ് ഇല്ലേ, എന്നിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇലക്ട്രോൺസ് അവിടെ ക്യാൻസൽ ചെയ്ത് പോകണം ഇല്ല. ഇലക്ട്രോൺസ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 ഇലക്ട്രോൺസും ആണ്, ഇവിടെ 2 ഇലക്ട്രോൺസ് ആവശ്യമായിട്ടുള്ളൂ കോപ്പറിന്. കോപ്പർ ഇവിടെ 2 ഇലക്ട്രോൺസിനെ ഉള്ളൂ എടുക്കുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മാത്സിലൊക്കെ എന്താണ് നമ്മൾ ഒരുപോലെ ആക്കുകയല്ലേ, ഇക്വേഷൻസ് നമ്മൾ എന്താണ് സമീകരിക്കുമ്പോൾ അതിനെ നമ്മൾ ഒരുപോലെ ആക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ടല്ലോ രണ്ട് സൈഡിലും. അപ്പോൾ അതുപോലെ നമ്മളിവിടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആക്കിയും ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 1നെ ഞാനൊരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്ത് വരും? 2Al എന്ന് വരും. 2Al ഗീവ്സ് 2Al3+ പ്ലസ് ഇവിടെ എത്ര വരും? 6 ഇലക്ട്രോൺ എന്ന് വരും. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2നെ ഞാൻ എന്താണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തുമായിട്ട് വരും? 3Cu2+ പ്ലസ് 6 ഇല്ലേ, 6 ഇലക്ട്രോൺസ് ഗീവ്സ് എന്തായിട്ട് വരും? 3Cu എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യാമല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം എങ്ങനെ വരും? ഇതാ നോക്കിയേ, ഇക്വേഷൻ എങ്ങനെയായിട്ട് വരും? 2Al ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുകയാണ്, 3Cu2+ പിന്നെ എന്താണ് 6 ഇലക്ട്രോൺസ് ഇവിടെയുണ്ട് ഗീവ്സ് എന്താണ് 2Al3+ പ്ലസ് 6 ഇലക്ട്രോൺസ് പ്ലസ് എന്താണ് 3Cu എന്നും വരും. അപ്പോൾ ഈ രണ്ട് സൈഡിലും 6 ഇലക്ട്രോൺസ് ഉണ്ടാകും പോകും. പിന്നെ ഏതാണ് 2Al പ്ലസ് 3Cu2+ ഗീവ്സ് 2Al3+ പ്ലസ് 3U എന്ന് വരും. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഇവിടെ സെൽ റിയാക്ഷൻ അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സെൽ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും അവിടുത്തെ വോൾട്ടേജ് കിട്ടുന്നത്. ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റുമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുമാത്രം വാല്യൂ ആണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ തിയററ്റിക്കലായിട്ട് ഇങ്ങനെ പറയുവാണ്. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ കണ്ടു സിൽവറും കോപ്പറും ആണ്. അപ്പം കോപ്പറിൽ നിന്ന് സിൽവറിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ആനോഡ് കോപ്പറാണ്, കാഥോഡ് സിൽവർ ആണ്. അതിൻ്റെ ആനോഡ് റിയാക്ഷൻ ഇല്ല, ആനോഡ് കോപ്പർ അല്ല. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ ഇല്ലേ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ, ആനോഡിൽ നിന്നല്ലേ പോകുന്നത്. അതായത് കോപ്പറിൽ നിന്ന് 2 ഇലക്ട്രോൺസിനെ പോകുന്നുണ്ട് ഇല്ലേ. എന്നിട്ട് സിൽവർ അവിടെ ഓരോ ഇലക്ട്രോണിനേ ഉള്ളൂ, സിൽവർ ഇവിടെ എടുക്കുന്നുള്ളൂ. സിൽവറിന് തന്നെ സ്റ്റിബിലിറ്റി വരുന്ന ഓരോ ഇലക്ട്രോൺ മതി സിൽവർ ആറ്റം ആകാൻ വേണ്ടി. അപ്പം അതും ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നടന്നിട്ട് സെൽ റിയാക്ഷൻ ഇങ്ങനെ വരും കേട്ടോ. ഇക്വേഷൻ ബാലൻസ് ചെയ്യും. ഇവിടെ 2 മുമ്പേ ഇവിടെ ചെയ്തില്ല, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വരും. അവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0.46 വോൾട്ട് ആണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് മഗ്നീഷ്യവും കോപ്പറും ആണ്. അവിടെ എന്താണ് ഓക്സിഡേഷൻ നടക്കുന്നത് മഗ്നീഷ്യത്തിനാണ് നമ്മൾ കണ്ടായിരുന്നു. അപ്പം മഗ്നീഷ്യത്തിൻ്റെ റിയാക്ഷൻ ആനോഡ് റിയാക്ഷൻ ആണ്. അവിടെ 2 ഇലക്ട്രോൺസ് ആണ് മഗ്നീഷ്യം ഡൊണേറ്റ് ചെയ്യുന്നത്. കോപ്പർ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നോർമലി 2 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ആയിട്ട് പൊക്കോളും. പിന്നെ ഇക്വേഷൻ സെൽ റിയാക്ഷൻ ഇങ്ങനെ വരും. അവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് 2.7 വന്നു. അപ്പോൾ അതായത് നോക്കിയേ, മഗ്നീഷ്യവും കോപ്പറും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എത്രയാണ് വന്നത്? 2.7 വന്നു. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? മഗ്നീഷ്യവും കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ 2 ആ ഒരു സെൽ റിയാക്ഷൻ നടന്നപ്പോൾ അവിടുത്തെ 2.7 വോൾട്ടേജ് ആണ് വന്നത്. ബാക്കി എല്ലാത്തിലും എങ്ങനെയാണ് കുറവാണ് വന്നത്. അതിന് കാരണം എന്തായിരിക്കാം? നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് കണ്ടായിരുന്നു. റിയാക്ടിവിറ്റി സീരീസിൽ നമ്മൾ അലുമിനിയം എന്താണ് സിൽവർ മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? മഗ്നീഷ്യത്തിനാണ്. ചെക്ക് ചെയ്ത് നോക്കുക. റിയാക്ടിവിറ്റി സീരീസിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഗ്നീഷ്യത്തിനാണ് അവിടെ കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതൽ മറ്റുള്ളതിനേക്കാളും. വേറെ അലൂമിനിയത്തിനേക്കാളും സിൽവറിനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതൽ മഗ്നീഷ്യത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽ വോൾട്ടേജ് അവിടെ ഹൈ ആയിട്ട് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ആ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് നമ്മൾ ആ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക, കാണാതെ തന്നെ പഠിച്ചു വെക്കുക. 2-3 പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ അതങ്ങ് എഴുതി പഠിക്കുക കേട്ടോ. എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഇതാണ് സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. അപ്പോൾ ക്ലിയർ ആയാലും ആ റിയാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാലും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. നോക്കിയേ, വിച്ച് ഹാസ് എ ഹയർ വാല്യൂ ഓഫ് വോൾട്ടേജ്, സിങ്ക് കോപ്പർ ഗാൽവാനിക് സെൽ ഓർ അലൂമിനിയം കോപ്പർ ഗാൽവാനിക് സെൽ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു ഇല്ലേ? സിങ്ക് കോപ്പർ ഗാൽവാനിക് സെല്ലിനെ കണ്ടില്ലായിരുന്നോ? അവിടെ നമ്മൾ കണ്ടില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ ഒരു വോൾട്ടേജ് ഞാൻ ഏകദേശം പറഞ്ഞായിരുന്നു. എത്രയാണ്?
1.1 വോൾട്ട് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇപ്പം നമ്മളിവിടെ കണ്ടത് ഏതാണ്? ഇതാ ഇവിടെ നോക്കിയേ, ഏതാണ് കണ്ടത്? അലൂമിനിയം കോപ്പർ അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിങ്ക് കോപ്പറും അലൂമിനിയം കോപ്പറും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലെ ഏതിനാണ്, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? അതിൽ ഏതിനാണ് കൂടുതൽ വോൾട്ടേജ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതിനാണ് ഇവിടെ വോൾട്ടേജ് കൂടുതൽ? നേരത്തെ സിങ്ക് കോപ്പറിന് എത്രയായിരുന്നു? 1.1 വോൾട്ടേജ് ആണെന്ന് കണ്ടത്. ഇവിടെ എത്രയാണ്? 2.2 വോൾട്ട് എന്ന് വന്നു. അപ്പൊ ഏതിനാണ്? ഇവിടെ അലൂമിനിയം ഇല്ല, അലൂമിനിയം കോപ്പറിനാണ് ഇവിടെ വോൾട്ടേജ് കൂടുതൽ വന്നത്. അതിന്റെ റീസൺ എന്താണ്? സിങ്കിനേക്കാളും എന്തായിരിക്കാം റീസൺ? സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? കോപ്പറിനാണ്. നമ്മുടെ റിയാക്ടിവിറ്റി ചെക്ക് ചെയ്ത് നോക്കൂ, റിയാക്ടിവിറ്റി സീരീസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സിങ്കിനേക്കാളും എന്താണ് റിയാക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? അലൂമിനിയത്തിനാണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. It is clear that the tendency of aluminum to get oxidized in redox reaction is greater than that of zinc. That is, aluminum is more reactive than zinc. Clear ആയല്ലോ? റിഡോക്സ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഓക്സീകരിക്കപ്പെടുന്ന പ്രവണത ആർക്കാണ് കൂടുതൽ? അലൂമിനിയത്തിനാണ് കൂടുതൽ. ആരെക്കാളും? സിങ്കിനേക്കാളും. അതായത് അലൂമിനിയം എങ്ങനെയാണ്? സിങ്കിനേക്കാളും മോർ റിയാക്റ്റീവ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത്, വിച്ച് ഹാസ് എ ഹയർ വാല്യൂ ഓഫ് വോൾട്ടേജ്? മഗ്നീഷ്യം കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം കോപ്പർ? മഗ്നീഷ്യം കോപ്പർ ഇത് അല്ലേ, മഗ്നീഷ്യം കോപ്പർ ഇതാണ്, അലൂമിനിയം കോപ്പർ. ഇതിലേതിനാണ് കൂടുതൽ വോൾട്ടേജ് വന്നിരിക്കുന്നത്? ഇതാണ് മഗ്നീഷ്യം കോപ്പറിനാണ് കൂടുതൽ വോൾട്ടേജ് വന്നിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു ഇല്ലേ. അലൂമിനിയത്തിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? മഗ്നീഷ്യത്തിനാണ്. റിയാക്ടിവിറ്റി സീരീസ് കണ്ടോ? റിയാക്ടിവിറ്റി സീരീസ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. മഗ്നീഷ്യം കണ്ടില്ലേ? മഗ്നീഷ്യത്തിനാണ് കൂടുതൽ. അലൂമിനിയത്തിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? മഗ്നീഷ്യത്തിനാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ദാറ്റ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ഫോർ മഗ്നീഷ്യം കോപ്പർ ഗാൽവാനിക് സെൽ ഈസ് ഹയർ. ഓക്കെ ആണല്ലോ. ഹിയർ, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഗാൽവാനിക് സെൽ മെയ്ഡ് അപ്പ് ഓഫ് എ പെയർ ഓഫ് കോപ്പർ ആൻഡ് സിൽവർ ഇലക്ട്രോഡ്? അതായത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കോപ്പർ സിൽവർ എന്നീ രണ്ട് ജോഡികൾ എടുത്തല്ലോ, കോപ്പറും സിൽവറും എന്നിവ ജോഡിയായിട്ട് എടുത്ത ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോണുകളുടെ പ്രവാഹദിശ എങ്ങനെയാണ്? അത് നോക്കിയേ. ഏതൊക്കെയാണ് നമ്മളിവിടെ പെയറായിട്ട് എടുത്തത്? കോപ്പറും സിൽവറും ഇല്ല. കോപ്പറും സിൽവറിന്റെ കേസിൽ എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ പ്രവാഹദിശ എന്ന് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാന്ന് നോക്കിയേ. കോപ്പറിൽ നിന്നും സിൽവറിലേക്കാണ് അല്ലേ. അതിന് കാരണം എന്താണ്? കോപ്പറിൽ നിന്നും സിൽവറിലേക്ക് വരാൻ കാരണം എന്താണ്? സിൽവറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? കോപ്പറിനാണ്. മനസ്സിലായല്ലോ? അപ്പൊ റിയാക്ടിവിറ്റി കൂടുതൽ ഏതാണോ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഓക്സിഡേഷൻ. അതിന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ട്? അപ്പം ഓക്സിഡേഷൻ നടക്കുന്നത് മോർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നതിന് എന്താണ്? ഓക്സിഡേഷൻ നടക്കുന്നതിന് മോർ റിയാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലാണ്, മോർ റിയാക്റ്റീവ് എന്ന് പറയാം. അതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിനാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതിന് കാരണം എന്താണ്? അതിന് മോർ റിയാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളതിന് എന്താണ്? ഓക്സിഡേഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. പോയിന്റ്സുകളാണ് കേട്ടോ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഫ്രം ദ കോപ്പർ ഇലക്ട്രോഡ് ടു സിൽവർ ഇലക്ട്രോഡ്. അതിന് കാരണം എന്താണ്? കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. റീസൺ മനസ്സിലായല്ലോ? റീസൺ എന്ത് പറയാം? കോപ്പർ അല്ലേ, കോപ്പർ ഈസ് മോർ അല്ലേ, മോർ റിയാക്റ്റീവ് എന്ന് പറയാം അല്ലേ. കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. സിൽവറിനേക്കാളും കൂടുതലായിട്ട് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ആരാണ്? കോപ്പറാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ റിയാക്ടിവിറ്റി സീരീസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആയില്ലേ? അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് നോക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ, ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ. ഡ്രോ എ ഡയഗ്രാം ഓഫ് എ ഗാൽവാനിക് സെൽ ഹാവിംഗ് സിൽവർ ആൻഡ് കോപ്പർ ആസ് ഇലക്ട്രോൺ ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. വരയ്ക്കാൻ മേലേ? വരച്ചൂടെ? ഏതൊക്കെയാണ്? സിൽവറും കോപ്പറും ആണ് അല്ലേ. സിൽവറും കോപ്പറും ആണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം സിൽവറും കോപ്പറും ആകുമ്പോൾ കോപ്പറിൽ നിന്നാണ് ഇല്ലേ, കോപ്പറിൽ നിന്നാണ് പോകേണ്ടത്. കോപ്പറിനാണ് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കോപ്പർ എടുക്കാം. ഇവിടെ കോപ്പർ വെച്ചു. ഇതെന്താണ്? ഇത് നമ്മുടെ ഏത് സൊല്യൂഷനാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. ഇവിടെ നമ്മൾ സിൽവർ അല്ലേ, ഇത് ഏത് സൊല്യൂഷനാണ്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ് കേട്ടോ. AgNO3 സിൽവർ നൈട്രേറ്റ്. നമ്മളിവിടെ സംഭവങ്ങളൊക്കെ വെച്ചു. ഇത് എല്ലാം വരച്ചടയാളപ്പെടുത്തണം കേട്ടോ. കോപ്പർ, സിൽവർ, ബൾബോ അല്ലെങ്കിൽ എന്താണ് വയർ വെച്ചിട്ടാണെങ്കിലും ബൾബ് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കണക്ഷൻ കൊടുക്കുന്നത്. പിന്നെ എന്താണ്? സോൾട്ട് ബ്രിഡ്ജും കേട്ടോ. ഇവിടെ സോൾട്ട് ബ്രിഡ്ജും ഉണ്ട്. അപ്പം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഏതാണ് ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇതാണ് ഇവിടുത്തെ ആനോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആനോഡ് ഇതാണ്, ഇത് കാഥോഡുമാണ്. മനസ്സിലായല്ലോ? അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി വരയ്ക്കുക കേട്ടോ. അപ്പം വരയ്ക്കാൻ ചോദിക്കാം കേട്ടോ എക്സാമിന്. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ.
ഓക്കെ ആണല്ലോ ഗാൽവാനിക് സെല്ലിന്റെ കാര്യങ്ങൾ. അപ്പം ഇലക്ട്രോൺസിന്റെ ഫ്ലോ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കിയേ, അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടില്ല, അതിന്റെ ബേസിസിൽ എന്താണ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് ലോഹങ്ങളൊക്കെ കണ്ടായിരുന്നു, മഗ്നീഷ്യം കണ്ടു, അലൂമിനിയം കണ്ടു, അതുപോലെ സിൽവർ ഒക്കെ കണ്ടു. അപ്പം അതിന്റെ റിയാക്ടിവിറ്റി സീരീസ് ഇതാ നോക്കിയേ, എന്താണ് കുറയുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മഗ്നീഷ്യം നമ്മൾ ഏതൊക്കെയാ കണ്ടത്? മഗ്നീഷ്യം കണ്ടായിരുന്നു, അലൂമിനിയം കണ്ടു, പിന്നെ ഏതാണ് സിൽവർ കണ്ടു, കോപ്പർ കണ്ടു, സിങ്ക്, ഇതൊക്കെ കണ്ടില്ലേ? അപ്പൊ ഇതിനെ നമ്മൾ ആ ഒരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതിനാണ് ഏറ്റവും കൂടുതൽ മോർ റിയാക്ടിവിറ്റി? നമ്മൾ കണ്ടായിരുന്നു മഗ്നീഷ്യത്തിനാണ്. പിന്നെ ഏത് വരും? മഗ്നീഷ്യം കഴിഞ്ഞാൽ അലുമിനിയം ഇല്ലേ? മഗ്നീഷ്യം കണ്ട കഴിഞ്ഞാൽ അലുമിനിയം വരും. പിന്നെ ഏതാണ് വരുന്നത്? സിങ്ക് കേട്ടോ. പിന്നെ സിങ്ക് ആണ് വരുന്നത്. നമ്മൾ ആ വോൾട്ടേജും ഒക്കെ കണ്ടില്ല, അതിന്റെ ബേസിലാണ് കേട്ടോ നമ്മളിപ്പോൾ എഴുതുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? കോപ്പർ കേട്ടോ, കോപ്പർ വരും. പിന്നെ ഇതാണ് സിൽവർ കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇതിനെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയിരിക്കുകയാണ്. കണ്ടില്ലേ? സിൽവർ ഒക്കെ ഏറ്റവും താഴെ കിടക്കുന്നത്. അപ്പം ഓർത്തിരിക്കുക, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് കേട്ടോ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. മഗ്നീഷ്യം ഒക്കെ ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. മഗ്നീഷ്യത്തിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് അലൂമിനിയം, സിങ്കും ഒക്കെ കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഡർ പഠിച്ചിരിക്കുക. പിന്നെ ഹൈഡ്രജന്റെ താഴെ വരുന്നതാണ് കോപ്പർ, മെർക്കുറി. കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ആ ഒരു ഓർഡർ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം അതിലെ ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ ഏതിനാണ്? ഗോൾഡിനാണ്, അല്ലെങ്കിൽ സിൽവർ എന്നൊക്കെ പറയാം കേട്ടോ. നമ്മൾ ആ ഓർഡറിൽ എഴുതുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ റിയാക്ടിവിറ്റി സീരീസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നതൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പിന്നെയും പറയുകയാണ്, ഇത് നിങ്ങൾ എന്തെങ്കിലും കീ നോട്ട്സ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, ഇതുണ്ടല്ലേ KNaCaMg, അങ്ങനെ ഒരു ഫോമാറ്റിൽ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗാൽവാനിക് സെല്ലിന്റെ നമ്മൾ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, സെൽ റിയാക്ഷൻ ഒക്കെ എഴുതാനും പഠിച്ചു കേട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണുക. പിന്നെയും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി നമ്മൾ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് കണ്ടല്ലോ. ഇനി ഈ റിയാക്ടിവിറ്റി സീരീസിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. റിയാക്ടിവിറ്റി സീരീസ് എവിടെയൊക്കെ എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആപ്ലിക്കേഷൻസ് ഓഫ് റിയാക്ടിവിറ്റി സീരീസ്. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ്, അതാ നോക്കിയേ, ടു ഐഡന്റിഫൈ വിച്ച് മെറ്റൽ ഈസ് ബീങ് ഡിസ്പ്ലേസ്ഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടു ഐഡന്റിഫൈ അല്ലെ, വിച്ച് മെറ്റൽ ഈസ് ബീങ് ഡിസ്പ്ലേസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ആദേശം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാൽ ആദേശരാസ പ്രവർത്തനം ഇല്ലേ, ആദേശം ചെയ്യുക അല്ലെ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടല്ലോ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒക്കെ കണ്ടാണ്, ഓർഗാനിക്കിന്റെ കേസിലൊക്കെ കണ്ടാണ്. അപ്പം ഡിസ്പ്ലേസ് ചെയ്യുക, ആദേശം ചെയ്യുക. അപ്പം ഏത് മെറ്റലാണ് അവിടെ ആദേശം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിയാക്ടിവിറ്റി സീരീസിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസും ചെയ്തിട്ടുണ്ട്. സമയമുള്ള പോലെ ഇന്ന് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതിന്. അതിനുവേണ്ടി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാ നോക്കിയേ, പ്ലേസ് എ സിങ്ക് റോഡ് ഇൻ എ ബീക്കർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഒബ്സർവ് ഫോർ സം ടൈം. അതൊരു സിങ്ക് റോഡ് എടുത്തൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് എന്താണ്? ഒരു കോപ്പർ സൾഫേറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു മലയാളത്തിൽ നിന്ന് തുരിശെന്നല്ലേ പറയുന്നത്, കോപ്പർ സൾഫേറ്റ്. അതെന്നാണ് ഒരു ബ്ലൂ കളറാണ് കേട്ടോ. ഇതിനൊരു ബ്ലൂ കളറാണ് കേട്ടോ. ഒരു ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ. അതിലേക്ക് നമ്മൾ എന്താണ് ഡിപ്പ് ചെയ്ത് വെച്ചത്? സിങ്ക് റോഡാണ് ഡിപ്പ് ചെയ്ത് വെച്ചത്. ഇതെന്താണ്? സിങ്ക് റോഡാണ്. ഓർത്തോണം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതിലേക്ക് നമ്മൾ എന്ത് ഡിപ്പ് ചെയ്ത് വെച്ചു? സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചു. മനസ്സിലായോ? കുറച്ച് സമയം നമ്മൾ ഒബ്സർവ് ചെയ്യുക. കുറച്ച് സമയം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതാണ് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ബ്ലൂ കളറാന്ന് പറയും. ഇതിന്റെ കളർ, ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ഫെയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ പറഞ്ഞ്? അപ്പൊ എന്തായിരിക്കാം അവിടെ അത് കളർ അവിടെ ഫെയ്ഡ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം? ഇവിടെ സിങ്ക് റോഡ് ഇവിടെ ഡിപ്പ് ചെയ്ത് വെച്ചു. മോർ റിയാക്റ്റീവ് ആരാണ്? സിങ്ക് ആണ്, നമുക്കറിയാം. അപ്പൊ എന്ത് സംഭവിക്കും? സിങ്ക് ഇവിടെ എന്താണ്? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും അല്ലേ? സിങ്ക് ഇവിടെ എന്താണ്? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് നമുക്ക് സിങ്കിനല്ലേ ഇവിടെ എന്താണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ആരാണ്? സിങ്ക് ആണ് അല്ലേ? അപ്പൊ സിങ്കിന് എന്ത് സംഭവിക്കും? സിങ്കിന് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കും. അതായത്
Zn ഇല്ലേ? Zn എന്തായിട്ട് Zn Zn2+ ആയിട്ട് മാറും അല്ലേ? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് Zn2+ ആയിട്ട് അവിടെ മാറും. ക്ലിയർ ആയല്ലോ? അപ്പം ആ Zn2+ എന്ത് സംഭവിക്കും? അത് ഈ സൊല്യൂഷനിലേക്ക് പോകും. ഇവിടെ എന്ത് വരും? ഇവിടെ Zn2+ വരും. ഈ സൊല്യൂഷനിലേക്ക് എന്ത് വരും? Zn അല്ലേ? Zn2+ ഈ സൊല്യൂഷനിലേക്ക് വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ കളർ ബ്ലൂ കളറിലായിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? Zn വന്നോടുകൂടി ഇതിന്റെ ഒരു ഫേഡ് ഉണ്ടാവും. കോപ്പർ അയണിന്റെ പ്രസൻസ് അവിടെ കുറയും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ അയൺസ് ഉണ്ടല്ലോ, കോപ്പർ അയൺസിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയും അല്ലേ? മനസ്സിലാവുന്നുണ്ട്? കോപ്പർ അയണിന്റെ കോൺസെൻട്രേഷൻ കുറയും, അതിന്റെ ഫലമായിട്ട് അവിടെ ഫേഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? Cu2+ അയൺസും SO4 2- അയൺസും ആണുള്ളത്. നമ്മൾ കണ്ടതാണ് ഇല്ലേ? അപ്പൊ Cu2+ അയണിന്റെ കോൺസെൻട്രേഷനിൽ കുറവ് വരുന്നതുകൊണ്ടാണ് ഇല്ലേ എന്ത് സംഭവിക്കുന്നത്? ഇതിന്റെ കളർ ഫേഡ് ചെയ്യാൻ കാരണം. മനസ്സിലായ പറഞ്ഞു? ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Zn ഇല്ലേ? Zn പിന്നെ എന്താണ്? CuSO4. Zn CuSO4 ആണ്. then അത് എന്ത് മാറ്റം സംഭവിക്കുന്നുണ്ട്? ഇവിടെ എന്തായിട്ട് മാറും? Zn ഇല്ലേ? Zn എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു ആറ്റമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ആറ്റമായിട്ടിരിക്കുന്നു. then അവിടെ എന്ത് ചെയ്യും? പിന്നെ ഇവിടെ എന്താണ്? ഇത് Cu2+ഉം SO4- SO4 2- ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അപ്പം രണ്ട് അയൺ ഇലക്ട്രോൺസിനെ വിട്ടു കൊടുത്തിട്ട് എന്തായിട്ട് മാറും? സിങ്ക് ഇല്ലേ? സിങ്ക് അയണായിട്ട് മാറും. ആ സിങ്ക് അയൺ എങ്ങോട്ട് പോവും? ഈ കോപ്പറിനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലെ? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് സിങ്ക് Zn2+ഉം SO4 2- ആയിട്ട് മാറും. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? അപ്പൊ ഈ കോപ്പർ എന്താണ് അവിടെ അക്സെപ്റ്റ് ചെയ്യും ഇല്ലേ? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് കോപ്പർ ആറ്റമായിട്ട് നിൽക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയാണ് അവിടുത്തെ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ ആയോ? എഴുതിയത് മനസ്സിലായല്ലോ? സിങ്കും എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ എന്താണ് കോപ്പറിനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യും ഇല്ലേ? അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വന്നു? സിങ്ക് വന്നു ഇല്ല? അപ്പൊ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനായിട്ട് ഇത് മാറും. അതുകൊണ്ടാണ് ആ ഫേഡ് കളറിന്റെ ഫേഡ് അല്ലെ കളർ അവിടെ ഫേഡ് ആവാനുള്ള കാരണം, നിറം മങ്ങാനുള്ള കാരണം. ക്ലിയർ ആയല്ലോ? എന്നിട്ട് കോപ്പർ അവിടെ നിന്നിട്ട് കോപ്പർ ആറ്റമായിട്ട് അവിടെ നിൽക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? പറയാം. ഓക്സിഡേഷൻ സംഭവിച്ചത് സിങ്കിനാണ് അല്ലെ? സിങ്കല്ലേ വിട്ടുകൊടുത്തു. ഓക്സിഡേഷൻ സംഭവിച്ചത് സിങ്കിനാണ്. റിഡക്ഷൻ സംഭവിച്ചതോ? റിഡക്ഷൻ സംഭവിച്ചത് കോപ്പറിനുമാണ് അല്ലേ? കോപ്പർ അവിടെ അക്സെപ്റ്റ് ചെയ്യല്ലോ, Cu2+ അല്ലേ അക്സെപ്റ്റ് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പൊ നിരോക്സീകരണവും അവിടെ സംഭവിച്ചു. ഓക്കെ ആണല്ലോ? അപ്പം ഇനി നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അത് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാമേ. നോക്കിയേ, ഡിഡ് ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ചേഞ്ച്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കളറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? യെസ് എന്ന് പറയാം അല്ലെ? എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഫേഡ്സ് ബ്ലൂ കളർ എന്ന് പറയാം അല്ലെ? ഫേഡ്സ് ഇല്ലേ? ഫേഡ്സ് ബ്ലൂ കളർ ഇല്ലേ? ബ്ലൂ കളറിന് എന്ത് സംഭവിച്ചു? ബ്ലൂ കളർ അവിടെ ഫേഡ് ചെയ്തു എന്ന് പറയാം ഇല്ലേ? then what change was observed in the sink rod? സിങ്ക് റോഡിൽ എന്ത് ചേഞ്ച് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിച്ചത്? കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. ആ കോപ്പർ ആറ്റം എന്ത് സംഭവിക്കും? ഇവിടെ ഈ സിങ്ക് റോഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പം എന്താണ് ഈ സിങ്ക് റോഡിനൊരു എന്ത് പറയാം, ഒരു റെഡിഷ് ആയിട്ടുള്ള ബ്രൗൺ അവിടെ റെഡിഷ് ബ്രൗൺ ലെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കോപ്പർ മെറ്റൽ ഈസ് ഡിപ്പോസിറ്റഡ് ഓൺ ദ സിങ്ക് റോഡ് എന്ന് പറയാം അല്ലേ? കോപ്പർ അങ്ങനെ പറയാം കേട്ടോ. കോപ്പർ ആറ്റം അല്ലേ? ഡിപ്പോസിറ്റഡ് ഓൺ സിങ്ക് എന്ന് പറയാം. സിങ്ക് റോഡ് അല്ലേ? സിങ്ക് റോഡിൽ കോപ്പർ ആറ്റം അവിടെ ഡിപ്പോസിറ്റ് ചെയ്തു നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇനി വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഫേഡിങ് ഓഫ് കളർ ഓഫ് ദിസ് സൊല്യൂഷൻ? അതായത് ഇവിടെ കളറിന്റെ ചേഞ്ച് ഉണ്ടായിരുന്നു, ഫേഡ് മങ്ങി എന്ന് പറഞ്ഞില്ല. അതിന്റെ റീസൺ എന്താണ്? അവിടെ എന്താണ് സംഭവിച്ചത്? കോപ്പർ അയൺസിന്റെ അല്ലെ ഗാഢതയിൽ കുറവ് വന്നു. Cu2+ അയൺസ് ഉണ്ടല്ലോ, അതിന്റെ ഗാഢതയിൽ കുറവ് വന്നു. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ് കേട്ടോ. ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ അയൺസ് ഇൻ ദ റീസൺ ഫോർ ദ ഫേഡിങ് ഓഫ് ബ്ലൂ കളർ അല്ലെ? കളർ ഫേഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ അയൺസ്. മനസ്സിലായല്ലോ? ഇതെല്ലാം ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ക്വസ്റ്റ്യൻസുകളാണ്. അടുത്ത് നോക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിയാക്ടിവിറ്റി സീരീസ് ഫൈൻഡ് ഔട്ട് വിച്ച് മെറ്റൽ ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ് മോർ റിയാക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? സിങ്ക് ആണ് മോർ റിയാക്റ്റീവ്. വാട്ട് ആർ ദ അയൺസ് ഫോംഡ് വെൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡിസോൾവ്സ് ഇൻ വാട്ടർ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അല്ലെ അവിടെ ഉണ്ടാകുന്ന അയൺസുകൾ ഏതൊക്കെ അയൺസുകളാണ് അവിടെ ഉണ്ടാകുന്നത്? കോപ്പർ അയണും അല്ലെ? Cu2+ അയണും അതുപോലെ എന്താണ് Cu2+ അല്ലെ? Cu2+ഉം അതുപോലെ SO4 2- അല്ലെ? അതാണ് അവിടെ ഉണ്ടാകുന്നത്.
മനസ്സിലായല്ലോ? അപ്പം റീസൺ മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെയൊക്കെ ഈ എല്ലാത്തിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാം കേട്ടോ. എല്ലാം ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ റീസണും ഒക്കെ പറഞ്ഞു. ഇതാ നോക്കുക. വാട്ട് ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ടു ദ Cu2+ സയൻസ്? Cu2+ സയൻസിന് എന്ത് മാറ്റമായിട്ടുണ്ടായി? Cu2+ സയൻസ് എന്തായിട്ട് മാറി? Cu കോപ്പർ ആറ്റമായിട്ട് മാറിയില്ലേ? Cu2+ സയൻസ് എന്ത് സംഭവിച്ചിട്ട് അത് കോപ്പർ ആറ്റമായിട്ട് മാറി. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് ഇതാ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ വാട്ട് ചേഞ്ച് ഹാഡ് ഒക്കേർഡ് ടു സിങ്ക്? സിങ്കിന് ഉണ്ടായ മാറ്റം എന്താണ്? സിങ്കിന് എന്ത് സംഭവിച്ചു? സിങ്ക് ആറ്റം അല്ലായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? സിങ്ക് Z എന്ന് പറഞ്ഞൊരു സിങ്ക് ആറ്റമായിട്ടിരിക്കുകയായിരുന്നു. സിങ്ക് ആറ്റം എന്തായിട്ട് മാറി? സിങ്ക് ആറ്റം ഇല്ലേ? സിങ്ക് ആറ്റം ചേഞ്ച് ടു, ഇങ്ങനെ പറയാം, ചേഞ്ച് ടു Zn അല്ലേ? Zn 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്ത് Zn2+ അയൻസ് ആയിട്ട് മാറി നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമിന്റെ ഇക്വേഷൻ റിയാക്ഷൻ വിത്ത് സ്പെസിഫൈ ദ അയൺസ് ഇൻവോൾവ്സ് അല്ലേ? ഇവിടെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? കാണാമല്ലോ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. Zn2+ ഇല്ലേ? അതാ നോക്കുക. Zn കേട്ടോ. Zn ആണ് ഞാൻ എഴുതിയ ഇക്വേഷൻ ഇത് തന്നെയാണ് കേട്ടോ. Zn Cu2+ SO4 അല്ലേ? Zn2+ SO4 കോപ്പർ ആറ്റമായിട്ട്. ഇവിടെ സിങ്കിന് എന്ത് സംഭവിച്ചു? ഇത് പോയിന്റ് ആണ് കേട്ടോ. സിങ്ക് അണ്ടർവെന്റ് ഓക്സിഡേഷൻ. അതുപോലെ Cu2+ അണ്ടർവെന്റ് റിഡക്ഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് റിഡോക്സ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അല്ലേ? ഇവിടെ റിഡോക്സ് റിയാക്ഷൻ നടന്നു അല്ലേ? റിഡോക്സ് റിയാക്ഷൻ നടന്നു. ഇവിടെ ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്തത്? വിച്ച് മെറ്റൽ ഈസ് ഡിസ്പ്ലേസ്ഡ് ഹിയർ? ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്തത്? ഇക്വേഷൻ നമുക്കറിയാലോ. കോപ്പർ അല്ലേ? കോപ്പർ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തു. കോപ്പർ ആണ് അവിടെ ഡിസ്പ്ലേസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? സംഭവങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വസ്റ്റിനും ആൻസറും അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു വന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നിന്റെ എവിടെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഓക്സിഡേഷൻ നമ്പർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Cu2+ SO4 സിങ്കിന്റെ കേസിൽ വരുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഏതാണ്? 0 ആണ് വരുന്നത് അല്ലേ? അതെങ്ങനെയാണ്? സിങ്ക് ആറ്റമായിട്ട് നിൽക്കുമല്ലോ, അപ്പൊ 0 ആണ്. കോപ്പർ ഇവിടെ എങ്ങനെയാണ്? 0 ആണ് ഓക്സിഡേഷൻ നമ്പറിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു. ഇവിടെ ഇങ്ങോട്ട് മാറിയപ്പോൾ എന്തായിട്ട് ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഏതിനാണോ കൂടുന്നത് അങ്ങനെ ഓർത്തിരിക്കാം കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ കേട്ടോ, അതും കൂടെ ഓർത്തിരിക്കും കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ കൂടുവാണെന്നുണ്ടെങ്കിൽ ഏതാണോ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് അതിനെന്താണ് സംഭവിക്കുന്നത്? അതിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ? സിങ്കിനല്ലേ? സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു, അത് Zn2+ ആയിട്ട് മാറി. അപ്പൊ എന്താണ്? അവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, പല പല കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പറയാം കേട്ടോ. ഇത് റിയാക്ടിവിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു പറയാം. ഓക്സിഡേഷൻ നമ്പർ കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടെ അത് ഓക്സിഡേഷൻ സംഭവിക്കുന്നു എന്ന് പറയാം. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലേ, അതായത് ഓക്സിഡേഷൻ നമ്പറിന്റെ കേസിലും പറയാം. ഓക്സിഡേഷൻ നമ്പർ കുറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ്, അങ്ങനെയും പറയാം. ഇല്ല, ഓക്സിഡേഷൻ നമ്പർ താ നോക്കിയേ, Cu2+ അത് 0 ആയിട്ട് മാറില്ല, 0 ആയിട്ട് മാറില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ എന്താണ്? റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അതായത് ഓക്സിഡേഷൻ നമ്പർ അവിടെ കുറയുവാണ് ചെയ്തത്, അപ്പോൾ റിഡക്ഷൻ നടന്നെന്നും പറയാം. അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിന്റെ കേസിലും പറയാം. കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഇതുപോലെ തന്നെ ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടേക്ക് എ ലിറ്റിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ എ ബീക്കർ ആൻഡ് ഡിപ്പ് എ കോപ്പർ റോഡ് ഇൻ ഇറ്റ്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കുക. ഒരു ബീക്കർ നമ്മൾ എടുത്തു. ബീക്കറിൽ നമ്മൾ എന്താണ്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. AgNO3 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ പ്രത്യേക കളർ ഒന്നുമില്ല, കളർലെസ് ആണ് കേട്ടോ. കളർലെസ് ആണ് സിൽവർ നൈട്രേറ്റ് കേട്ടോ. കളർലെസ് സൊല്യൂഷൻ ആണ് സിൽവർ നൈട്രേറ്റ്. എന്നിട്ട് എന്താണ്? ഡിപ്പ് എ കോപ്പർ റോഡ്, അതിലേക്ക് എന്താണ്? ഒരു കോപ്പർ റോഡാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? ഒരു കോപ്പർ റോഡ്. ഇത് എന്താണ്? കോപ്പർ റോഡാണ്. മനസ്സിലായില്ല? എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലല്ലോ? അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പം എന്താണ് കാണാൻ സാധിക്കും? എന്താണ് ഈ ഇതിനെങ്ങനെയാണ്? കളർ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, കളർലെസ് ആയിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലേക്കൊരു ചെറിയൊരു കളർ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? ഒരു ബ്ലൂ ഷെയ്ഡ് പോലെ വരും. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കോപ്പർ. ഇവിടെ എന്താണ്? ഇവിടെ സിൽവറും കോപ്പറും ഉണ്ട്. ഏതിനാണ് കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതൽ? ഓർക്കുന്നുണ്ടോ? റിയാക്ടിവിറ്റി സീരീസ് ചെക്ക് ചെയ്യുക കേട്ടോ. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് ചെക്ക് ചെയ്യുക. കോപ്പറും ഏതാണ്? സിൽവറുമാണ്. ഏതിനാണ് റിയാക്ടിവിറ്റി കൂടിയത്? കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടിയത് അല്ലേ?
കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടിയത്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? കോപ്പറിൽ നിന്നും ഇല്ലേ, കോപ്പറിൽ നിന്നും എങ്ങനെയാണ് 2 ഇലക്ട്രോൺസ് പോവും ഇല്ലേ, Cu2+ ഇല്ലേ, 2 ഇലക്ട്രോൺസ് പോവും ഇല്ലേ. ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് വരുന്നുണ്ട്? അതാ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇല്ലേ. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പം AgNO3 ആണ് ഇല്ലേ. AgNO3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത്? സിൽവർ ഇല്ലേ, Ag+1 ആണ് കേട്ടോ അയണും, അതുപോലെ തന്നെ NO3 കേട്ടോ, NO3 -1 കേട്ടോ അയൺസ് ആണ് അവിടെ ഉള്ളത്. അപ്പം 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതെന്തായിട്ട് ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. സിൽവർ അയൺ ഉണ്ടല്ലോ, സിൽവർ അയണുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. റിയാക്ട് ചെയ്തിട്ട് കോപ്പർ അല്ലേ വരുന്നത്. അപ്പൊ എന്ത് വരും? അതെന്തായിട്ട് മാറും? അവിടെ ആ കോപ്പറിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്തായിട്ട് മാറും? ഈ സിൽവർ ഉണ്ടല്ലോ, സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് കോപ്പർ അവിടെ വരും. അപ്പം കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷൻ ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോപ്പറിന്റെ പ്രസൻസ് വന്നപ്പോൾ ഇതെന്തായിട്ട് മാറും? ഒരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ, ബ്ലൂ കളർ അവിടെ വരും കുറച്ചു നേരം ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ. ക്ലിയർ ആയല്ലോ? അപ്പം കോപ്പർ റിയാക്റ്റീവ് ആണ്, സിൽവറിനേക്കാളും റിയാക്റ്റീവ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഡിസ്പ്ലേസ് ചെയ്യും. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലെ സിൽവർ ഉണ്ടല്ലോ, സിൽവറിനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യും. സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് കയറിയിരിക്കും? കോപ്പർ കയറിയിരിക്കും. അപ്പം കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷൻ. മനസ്സിലായല്ലോ? ഞാൻ നോക്കുക കേട്ടോ. ഒബ്സർവ് ഫോർ സം ടൈം. ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദി സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നുണ്ട്? കളർ ചേഞ്ച് ചെയ്യൂല്ലേ, കളർലെസ് ഇല്ലേ. ചേഞ്ചസ് ഫ്രം കളർലെസ് ടു ബ്ലൂ കളർ എന്ന് പറയാം കേട്ടോ. ചേഞ്ചസ് ഫ്രം കളർലെസ് ആയിരുന്നു, കളർലെസ് ടു ബ്ലൂ കളർ എന്ന് പറയാം കേട്ടോ. കളർലെസ് ടു ബ്ലൂ കളർ, ചെറിയൊരു ബ്ലൂ കളർ വരും. വാട്ട് ചേഞ്ച് വാസ് ഒബ്സർവ്ഡ് ഇൻ ദ കോപ്പർ റോഡ്? കോപ്പർ റോഡിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? കോപ്പർ റോഡ് എന്ന സമയം സിൽവർ ക്രിസ്റ്റൽ അല്ലേ, സിൽവർ അത് ആറ്റമായിട്ട് നിൽക്കുമല്ലോ, നമുക്ക് സിൽവർ ഇവിടെ ആറ്റമായിട്ട് നിൽക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും അല്ലേ. സിൽവർ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ സിൽവർ ആറ്റം ഡിപ്പോസിറ്റഡ് അല്ല ഓൺ ദ കോപ്പർ റോഡ് എന്ന് പറയാം കേട്ടോ. അപ്പം Ag ഡിപ്പോസിറ്റഡ് എന്ന് പറയാം കേട്ടോ. Ag ഡിപ്പോസിറ്റഡ് ഇൻ Cu അല്ലേ. Ag സിൽവർ കോപ്പറിലേക്ക് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തത് നമുക്ക് പറയാം. ക്ലിയർ ആയല്ല പറഞ്ഞത്? അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. കോപ്പറും സിൽവർ നൈട്രേറ്റ് കേട്ടോ, സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്തിട്ട് അവിടുത്തെ സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് കോപ്പർ കയറിയിരുന്നു. ക്ലിയർ ആയല്ല പറഞ്ഞത്? എന്നിട്ട് സിൽവർ അവിടെ ആറ്റമായിട്ട് നിൽക്കുക. ഇവിടെ നോക്കിയാൽ +1 ആണ് കേട്ടോ, +1. ഇവിടെ -1 ആണ് കേട്ടോ. കോപ്പറിന് നമുക്കറിയാം ഇവിടെ 0 ആണ് വരുന്നത്. അത് പിന്നെ എന്ത് സംഭവിക്കുന്നത്? വിട്ടുകൊടുത്ത് അയണായിട്ട് മാറുന്നത്. അപ്പം 2+ വരും. മനസ്സിലായല്ലോ? എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ബൈ കമ്പയറിംഗ് ദ പൊസിഷൻ ഓഫ് Ag ആൻഡ് Cu ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിയാക്ടിവിറ്റി സീരീസിൽ റിയാക്ടിവിറ്റി സീരീസ് ഉണ്ടല്ലോ, അത് കമ്പയർ ചെയ്തിട്ട് Agയുടെയും Cuവിന്റെയും പ്രവർത്തനം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പറയാം? Cu ഈസ് മോർ റിയാക്റ്റീവ് എന്ന് പറയാം ഇല്ലേ. ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ന് പറയാം? Cu ഇല്ലേ, Cu കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ഇതാണ് സിൽവർ ഇല്ലേ. സിൽവറിനേക്കാളും കോപ്പർ മോർ റിയാക്റ്റീവ് ആണ്. സോ എന്ന് പറയാം, സോ ഇറ്റ് ഡിസ്പ്ലേസസ് അല്ലേ, സോ ഇറ്റ് ഡിസ്പ്ലേസസ് ഇതാണ് Ag ഇല്ലേ, Ag ഫ്രം AgNO3 കേട്ടോ. AgNO3യിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്തു നമുക്ക് പറയാം. അതിന്റെ കംപ്ലീറ്റ് റിയാക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ്? കോപ്പറിന് ഇവിടെ 0 ആണ് ഇല്ല, സിൽവറിന്റെ +1 ആണ് വരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സിഡേഷൻ നമ്പർ കൂടുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്? 2+ ആയിട്ട് മാറും ഇല്ലേ. പിന്നെ എന്താണ്? ഇത് ഇവിടെ കുറയുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നു, ഓക്സിഡേഷൻ നമ്പർ കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്സിഡേഷൻ നമ്പർ കുറയുവാണെന്നുണ്ടെങ്കിൽ റിഡക്ഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം Agക്കാണ് ഇവിടെ റിഡക്ഷൻ നടന്നത് അല്ലേ. ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കുറഞ്ഞു, കോപ്പറിന് ഇവിടെ ഓക്സിഡേഷനുമാണ് സംഭവിക്കുന്നത്. ഓക്കെ ആയല്ലോ? വിച്ച് ആണ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദി സൊല്യൂഷൻ? ആ സൊല്യൂഷന്റെ കളർ ഉണ്ടല്ലോ, കളർ ചേഞ്ച് ചെയ്യണം കാരണം എന്താണ്? കോപ്പർ അല്ലേ. ഏതാണ്? Cu2+ അയൺ വന്നോണ്ടല്ലേ, Cu2+ അയൺ വന്നോണ്ടല്ലേ കളർ ചേഞ്ച് ചെയ്തത്. വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഹിയർ? ഏത് മെറ്റലാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത്? കോപ്പറുമാണ്. കംപ്ലീറ്റ് ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ ഇപ്പൊ നമ്മൾ എഴുതിയായിരുന്നു അല്ലേ. Cu2+, 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് അതെന്താണ് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു, ലോസ് ഓഫ് ഇലക്ട്രോൺസ്. നിരോക്സീകരണം നടന്ന ഏതാണ്? അത് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നണേ. അതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിച്ച് വൺ ഈസ് റെഡ്യൂസ്ഡ് ഹിയർ? റെഡ്യൂസ് ആയത് ഏതാണ്? Ag ഇല്ലേ, Ag+, അതാണ് റിഡക്ഷൻ നടന്നത് അല്ലേ. അപ്പൊ അതിന്റെ റിയാക്ഷൻ നമുക്ക് എങ്ങനെയാ എഴുതാം? അതാ Ag കേട്ടോ. Ag+1 ഒരു ഇലക്ട്രോൺ ആണ് കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ സിൽവറിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് സിൽവർ ആറ്റമായിട്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം Ag
Ag അയൺസ് അല്ലെങ്കിൽ Ag പ്ലസ് അയൺസ് റിഡക്റ്റഡ് ടു എന്തായിട്ട് മാറുന്നുണ്ട്? Ag ആറ്റമായിട്ട് മാറുന്നുണ്ട്. The more reactive metal displaces a less reactive metal from its salt solution. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ എന്താണ് ആ സൊല്യൂഷനിൽ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഏതാണ്? കോപ്പർ ആണ് അല്ലേ? കോപ്പർ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സിൽവറിനാണ് ഡിസ്പ്ലേസ് ചെയ്തു, എന്നിട്ട് അവിടെ കോപ്പർ കയറിയിരുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ യൂസ് ഓഫ് റിയാക്ടിവിറ്റി സീരീസ്. അതായത് റിയാക്ടിവിറ്റി സീരീസ് ഉപയോഗിച്ച് നമുക്ക് ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതലുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഏതിനാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്, ഡിസ്പ്ലേസ്ഡ് ആകുന്നത്, ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ്ഡ് ആകുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കി, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാവേ. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കനോട്ട് ബി സ്റ്റോർഡ് ഇൻ എ കോപ്പർ വെസൽ. വൈ? അറിയാലോ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്തുകൊണ്ടാണ് ഒരു കോപ്പർ വെസലിൽ ഉപയോഗിക്കുന്നില്ലാത്തതിന്റെ കാരണം നമ്മളിപ്പോ തന്നെ പറഞ്ഞു ഇല്ലേ? എന്താണ് കോപ്പർ എന്ന് പറഞ്ഞാൽ? എന്താണ് കോപ്പർ മോർ റിയാക്റ്റീവ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോപ്പർ നൈട്രേറ്റ് ആയിട്ട് മാറും അല്ലേ? എന്നിട്ട് കോപ്പർ നൈട്രേറ്റ് ആയി മാറും. അതെന്താണ്? കോപ്പർ നൈട്രേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ ആ കോപ്പർ വെസലിന് അത് ഡാമേജ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇങ്ങനെ ഒരു കോപ്പർ വെസൽ, ഇതൊരു കോപ്പർ വെസലാണെന്ന് വിചാരിച്ചു, കോപ്പർ ആണിത്, കോപ്പർ വെസലാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഏതാണ് എടുത്തത്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അല്ലേ? AgNO3. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യൂലേ? ഈ Agനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? അവിടെ Cu2+ അല്ലേ? Cu2+ NO3 ആയിട്ട് മാറും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഈ സിൽവർ ആറ്റം ഇതിൽ വരുമല്ലോ, സിൽവർ ആറ്റം, പിന്നെ സിൽവർ അവിടെ ആറ്റമായിട്ട് മാറും. ആ സിൽവർ ആറ്റം ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും അല്ലേ? ഇത് കോപ്പർ വെസലല്ലേ? സിൽവർ ആറ്റമായിട്ട് മാറുമ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യും. ഇത് ഈ സൊല്യൂഷൻ എന്തായിട്ട് മാറും? കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനുമായിട്ട് മാറും. അപ്പം ഇത് ഡാമേജ് ആവും. അപ്പൊ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എന്താ നോക്കിയോട്ടോ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കനോട്ട് ബി സ്റ്റോർഡ് ഇൻ എ കോപ്പർ വെസൽ ബിക്കോസ് കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ ആൻഡ് ഡിസ്പ്ലേസസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് ഫോമിങ് കോപ്പർ നൈട്രേറ്റ് ആൻഡ് ഡിപ്പോസിറ്റിംഗ് സിൽവർ. സിൽവർ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ വെസലിൽ സിൽവർ നൈട്രേറ്റ് സൂക്ഷിക്കുകയല്ല എന്നും പറയുന്നതിന്റെ കാരണം. ഓക്കെ ആണല്ലോ? അപ്പൊ ദാറ്റ് ഈസ് ദ യൂസസ് ഓഫ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടു ഐഡന്റിഫൈ വിച്ച് മെറ്റൽ ഈസ് ബീങ് ഡിസ്പ്ലേസ്ഡ്. ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതെങ്ങനെയാണ്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഓക്സിഡേഷൻ സംഭവിക്കും, അതായിരിക്കും അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഈ റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ റിയാക്ടിവിറ്റി സീരീസ്. നിങ്ങളിത് പഠിക്കുക, ഇത് ആ ഓർഡർ പഠിക്കുക, അതനുസരിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കട്ടെ. ഇപ്പം നിങ്ങൾ തന്നിട്ടുണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇപ്പൊ പ്ലേസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ച് നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഏതിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്, അതെല്ലാം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുത്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ഇനിയും ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ടു ഐഡന്റിഫൈ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്, അത് അനദർ ആപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം. അതായത് റിയാക്ടിവിറ്റി സീരീസിന്റെ ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ, അടുത്ത ക്ലാസ് കാണുന്നതിന് മുന്നേ. അപ്പം ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുക കേട്ടോ, കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പോകുക, ഒന്നുകൂടെ കാണുക, എന്നിട്ട് പിന്നെ ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, പറഞ്ഞുതരാം. അപ്പം അടുത്ത പോർഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്